CI സാർ, കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണം. വഴിന്ന് മാറ്, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ കൊല്ലും. വേണ്ട, മര്യാദയ്ക്ക് വഴിന്ന് മാറാൻ. ഇവളെ ഞാൻ കൊല്ലും. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നീ ആ കുട്ടിയെ കൊന്ന നിന്റെ മോളെ ഞാനും കൊല്ലും. അല്ല, അരുത്. ഞാൻ ഈ കുഞ്ഞിനെ തന്നേക്കാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക്. എന്റെ മോളെ വിട്ടേക്ക്. എന്റെ മോളുടെ ജീവന് വേണ്ടി ഞാൻ എത്ര ജീവൻ വേണമെങ്കിലും എടുക്കും. അവളെ വിടാനാ പറഞ്ഞത്. എന്റെ മോളുടെ ജീവന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അവളെ വിടാനാ പറഞ്ഞത്. അവളെ വിടാനാ പറഞ്ഞത്. എന്റെ മോളുടെ ജീവൻ എനിക്ക് വേണം. അവളെ എനിക്ക് വേണം. മോളെ, നമ്മുടെ മോളെ നോക്കിക്കോണേ. അയ്യോ, അനു. എന്തായാലും കുട്ടിയെ നന്നായിട്ട് നോക്കിയോ. ഞങ്ങളുടെ രക്ഷിച്ചതിന് വളരെ നന്ദി സർ. ബൈ. അച്ഛന് ബൈ പറഞ്ഞേ. ബൈ ഡാഡി. ബൈ മോളെ. ചേച്ചി, അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ചേച്ചി, തെരഞ്ഞോണ്ടിരിക്കുക. സാറ് വന്ന സറണ്ടർ ആവാൻ പറയൂ. ഈ വീട്ടിൽ
വീട്ടിലെ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയെന്ന് ഇപ്പോഴെത്തിയത് പറഞ്ഞു. അവരുടെ പാരന്റ്സ് അകത്തേക്ക് കൊണ്ടുവരിക. ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ. ആ ചെന്ന് നോക്ക് ചേച്ചി. അതെ, ഒന്ന് വേഗം റെഡിയാക്. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോകണം. മിനി, നിങ്ങള്? ഞാൻ CI കേശവന്റെ വൈഫാ. നമസ്കാരം. കുഞ്ഞിന് എങ്ങനെയുണ്ട്? ഹലോ, മോള് സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തി സർ. അത് പറയാനാ ഞാൻ വിളിച്ചത്. അവിടെ CI കേശവന്റെ ഭാര്യ വന്നിട്ടുണ്ടോ? ആ വന്നു സർ. മോളെ കാണാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുക. മോക്ക് ചെറുതായിട്ട് ഒരു പനിയുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുക. കുട്ടികളെ എല്ലാം കൊന്നത് വേറെ ആരുമല്ല, അവള് തന്നെയാ. അവള് വളരെ ഡേഞ്ചറാണ്. വെയിറ്റ് ചെയ്യണ്ട, ഷൂട്ട് ചെയ്തേക്ക്. എന്റെ മോള് മോളെ നിക്ക്. ചേച്ചി പ്ലീസ് മോളെ വിട്ടേക്ക്. എന്താ റഫീഖ് ചേച്ചി എന്നൊക്കെ വിളിച്ചോണ്ട്? ഷൂട്ട് ചെയ്യ്. എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഇവളുടെ ഹൃദയം വേണം റഫീഖ്. പൂജ മരിച്ചുപോയി ചേച്ചി. എന്റെ മോള് മരിച്ചിട്ടില്ല റഫീഖ്. അത് നീയെങ്കിലും മനസ്സിലാക്ക്. പ്ലീസ് ചേച്ചി. മനസ്സിലാക്കാനല്ലേ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലാവില്ലടാ. റഫീഖ്, റഫീഖ്, എന്റെ മോള് മരിച്ചു പോയെന്ന് പറയുന്നോ? എന്തൊരു അഹങ്കാരമാണോ നിനക്ക്? അനു, അനു, കുട്ടി എവിടെ? മോള് ദേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അവൾക്ക് വേണ്ടിയാ ഞാൻ ജ്യൂസ് പിഴിയുന്നത്. ഞാൻ ചോദിച്ചത് നമ്മുടെ കുട്ടിയുടെ കാര്യമല്ല, അമ്പലത്തിൽ വെച്ച് നിന്റെ കയ്യിൽ തന്ന കുട്ടിയുടെ കാര്യമോ? മനസ്സിലായല്ലേ? മോളെ മരപ്പെട്ടിക്കകത്ത് ഉറക്കിക്കിടത്തിയിരിക്കുക. അച്ഛൻ വന്ന ഉടനെ അവളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ മോൾക്ക് ഓപ്പറേഷൻ നടത്താൻ പോവുക. പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. നമ്മുടെ മോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും. നമ്മുടെ കുഞ്ഞു മരിച്ചു പോയി പ്രാന്തി. ഇല്ല, നമ്മുടെ മോള് മരിച്ചു പോയെന്ന് പറയുന്നോ? അവിടെ കണ്ടില്ലേ അവള് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നത്? എനിക്കെന്താ ഭ്രാന്താണോ? ഞാനെന്താ ഭ്രാന്തിയാണോ? വരൂ സർ. കേശവൻ വന്നില്ലേ? വന്നിട്ടില്ല സർ. നിങ്ങളുടെ ഭർത്താവ് 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന കാര്യം നിങ്ങൾക്കറിയാവോ? ഇപ്പം മറ്റൊരു കുട്ടിയും കടത്തിക്കൊണ്ട് പോയിരിക്കുക.
ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചാ നിങ്ങളുടെ ഭർത്താവ് എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഭർത്താവ് എവിടെ ഉണ്ടെങ്കിലും ശരി ഞങ്ങളോട് പറയണം. ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയ പുണ്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ. CI സർ, അദ്ദേഹം അത്തരക്കാരനല്ല. സാർ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ കോടതി വെറുതെ വിടും. അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടൻ തന്നെ ഞങ്ങളെ അറിയിക്കണം. ഇനി ഒരു കുട്ടി പോലും മിസ്സാകാൻ ഞാൻ അനുവദിക്കില്ല. മോളെ, അങ്കിളിനോട് ബൈ പറഞ്ഞേ. ബൈ അങ്കിൾ. മോളെ, അങ്കിളിനോട് ബൈ പറഞ്ഞേ. ശരിക്കും എഴുതിക്കോണം. ടീച്ചർ എപ്പോഴും നിന്നെ പറ്റി കംപ്ലൈന്റാ. ഹോംവർക്ക് മര്യാദക്ക് എഴുതില്ലെങ്കിൽ അടി കിട്ടും. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരുത്തനെ പോലും വിട്ടുവെക്കില്ല ഞാൻ.